നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും ഇരുണ്ട സമയത്തും preach the gospel. നിന്റെ ജീവിതത്തിൽ ഈ വചനപ്രകാരം ഒന്നും നടക്കുന്നില്ലെന്ന് തോന്നുമ്പോഴും കീപ് ഫോക്കസിങ് ഓൺ ദ ഗോസ്പൽ. ഈ ഗോസ്പൽ പ്രസംഗിച്ചു കഴിഞ്ഞ് ലാസ്റ്റിലെ പ്രാർത്ഥനയിലല്ല പവർ വ്യാപരിക്കുന്നത്. ഗോസ്പൽ പറഞ്ഞു കഴിഞ്ഞുള്ള ആരാധനയ്ക്കകത്തല്ല പവർ വ്യാപരിക്കുന്നത്. ഗോസ്പലാണ് പവർ, വാക്കല്ല പവർ. ബൾബ് കാണാനാണോ വെട്ടം കാണാനാണോ ബൾബ് മേടിക്കുന്നത്? പ്രസംഗം കേട്ടു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോരുത്. പ്രസംഗം ഈസ് ദ ബൾബ്. പ്രസംഗത്തിനകത്തുള്ള വെളിപ്പാടാണ് ലൈറ്റ്. അതിനാ പ്രസംഗിക്കുന്നത്. ബൾബ് കണ്ടു, ബൾബിലെ ഫിലമെന്റും കണ്ടു. വെട്ടം കണ്ടോ? നിന്നെ പറ്റിച്ചു. വെട്ടം കണ്ടില്ലേ? നിന്നെ പറ്റിച്ചു. ഇതെല്ലാം കേട്ടേച്ചും ഇതെല്ലാം പറഞ്ഞിട്ട് വീണ്ടും 97 പ്രാർത്ഥനയും കൊണ്ട് വരരുത്. നിന്റെ വെളിപ്പാട് കൂടുന്നതിനനുസരിച്ച് പ്രാർത്ഥന കൂടും. വെളിപ്പാട് ചേഞ്ച് ആകുന്നതിനനുസരിച്ച് പ്രാർത്ഥന ചേഞ്ച് ആകും. നിങ്ങൾ എങ്ങനെ ഇരുട്ടത്ത് നടക്കുന്നേ? വെൽ എന്ന് പറഞ്ഞാണ് നടക്കുന്നേ. നമ്മൾ ഈ ഷോ കാണിക്കുന്നതെല്ലാം വെട്ടമുള്ളണ്ടല്ലേ. എന്റെ അർമാനിയുടെ ഷർട്ടാന്ന് ഇരുട്ടത്ത് പറഞ്ഞ ആരെങ്കിലും നോക്കൂ. എന്നാൽ ഇരുട്ടത്തൊന്ന് വെട്ടത്തിലോട്ട് വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ നടന്നാലോ? വെട്ടം കിട്ടിയാൽ പാതി പേടി പോവും. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പേടി, ഉറങ്ങാൻ പേടി, കാറൊക്കെ കയറാൻ പേടി. എന്നാൽ ലൈറ്റ് വന്നു കഴിയുമ്പോ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഞാൻ ഫ്ലൈറ്റിലല്ല, അവന്റെ ഉള്ളം കരത്തിലാണ് പോകുന്നത്. ഗോസ്പലാണ് പവർ. ഈ ഗോസ്പലിനെ കുറിച്ച് വെളിപ്പെട്ട് കിട്ടാത്തവർക്ക് എത്ര പവർ കൊടുത്താലും പവർ പോവും.